വടക്കൻ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ വരക്കൽ, കടപ്പുറം, വെള്ളയിൽ കടപ്പുറം എന്നിവിടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, എല്ലായിടത്തും വലിയ തിരക്കാണ്. അതുതന്നെയാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്നതും. ബലിതർപ്പണ ചടങ്ങുകൾ അവിടെ എങ്ങനെ? തീർച്ചയായും കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വരക്കൽ ബലിതർപ്പണ ഭൂമിയിലാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമായും ഇന്നലെ വൈകുന്നേരം മുതൽ 3 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും 4 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ ഇന്നലെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെയും വരക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും വരക്കൽ ബലിതർപ്പണ സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ ശ്രേഷ്ഠാചാര്യ സഭയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ അതായത് കോഴിക്കോട് നിന്ന് മാത്രമല്ല, കോഴിക്കോടിന് പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സവിശേഷത. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസം ബലിതർപ്പണം നടക്കുന്ന ഒരു ഭൂമിയാണ് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമി എന്നത്. വലിയ മഴയുണ്ട്. ഈ മഴയൊക്കെ തന്നെയും അവഗണിച്ചുകൊണ്ടാണ് ഈ പിതൃപുണ്യം തേടി ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. 1 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ഇവിടെ ബലിതർപ്പണം നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് 1.5 ലക്ഷത്തിലധികം പേരെ പ്രതീക്ഷിക്കുകയാണ്. ചുക്കുകാപ്പി ഉൾപ്പെടെയുള്ള സൗകര്യം, അതായത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ചുക്കുകാപ്പി വിതരണം ഉൾപ്പെടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടേക്കുള്ള ഗതാഗതം, അതായത് വാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലൊരു കാലാവസ്ഥ, അതായത് കടൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ ഇറങ്ങി കുളിക്കരുത് എന്നൊരു നിർദ്ദേശവും കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൃഷ്ണരാജ്, എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ജനത്തിരക്ക് ഈ പിതൃപുണ്യം തേടി ഇവിടെ ബലി ഇടുവാൻ വേണ്ടി ആളുകൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മഴയും പെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ ഈ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ന് 12 മണി വരെ ഈ ചടങ്ങുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നു എന്നത് തന്നെയാണ് സവിശേഷത. അതോടൊപ്പം തന്നെ 365 ദിവസവും ഇവിടെ ഈ ബലിതർപ്പണ ഭൂമിയിൽ പിതൃപുണ്യം തേടി ആളുകൾ എത്താറുണ്ട്. എന്തായാലും ഈ കർക്കിടക വാവുബലി പ്രമാണിച്ച് വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കൃഷ്ണരാജ്, നമ്മൾ നേരത്തെ തിരുവല്ലം ക്ഷേത്രത്തിൽ പോയപ്പോഴും ഇത് തന്നെയാണ്. പതിവായി ബലി അർപ്പിക്കുന്ന ഇടങ്ങളിൽ സൗകര്യങ്ങൾ പ്രത്യേകം ഒരുക്കേണ്ടി വരില്ല. മാത്രമല്ല, അത് പതിവായതുകൊണ്ട് തന്നെ അതൊരുക്കുന്നവർക്ക് വലിയ പ്രയാസവും ഉണ്ടാകില്ല. അപ്പോൾ കൃത്യമായ ഇടം കിട്ടുന്നുണ്ട് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം. തീർച്ചയായും കൃഷ്ണരാജ്, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിലധികം പേർ ഇവിടെ എത്തിയിരുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തകൻ ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമല്ലേ ഉണ്ടാവാറ്? എല്ലാ വർഷവും നല്ല പങ്കാളിത്തം ഉണ്ടാവും. എല്ലാ വർഷവും നല്ല പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി ഉൾപ്പെടെയുള്ള വിതരണം, ഹിന്ദു കാപ്പി ഇന്നലെ 4 മണി മുതൽ ചുക്കുകാപ്പി വിതരണമുണ്ട്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അങ്ങനെ ചുക്കുകാപ്പി വിതരണം. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ആളുകൾ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസമായിരുന്നു, ഇപ്രാവശ്യം 1 ദിവസമാണ്. ആളുകൾ ഈ വർഷം വളരെ കൂടുതലാണ്. ഈ കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് കടലിലേക്ക് ഇറങ്ങാതിരിക്കാൻ. തീർച്ചയായും കൃഷ്ണരാജ്, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. 3 മണിക്ക് രജിസ്ട്രേഷൻ പൂർത്തിയായി 4 മണി മുതൽ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമിയിൽ അനുഭവപ്പെടുന്നത്. 365 ദിവസം ഇവിടെ ഇത്തരത്തിൽ ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കർക്കിടക വാവ് ബലിയിൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്ന് മാത്രമാണ് ഇവിടുത്തെ ഒരു സവിശേഷതയായി പറയേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തു നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമിയിലേക്ക് ആളുകൾ എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. വിവിധ വിവിധ ആളുകളുടെ നേതൃത്വത്തിൽ, മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠാചാര്യ സഭയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. വലിയ രീതിയിൽ മഴ
മഴയും ഈ പ്രദേശത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കടലിലേക്ക് ഇറങ്ങുന്നതിലൊക്കെ തന്നെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 9 മണിയോടുകൂടി വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു 12 മണി വരെ ഇത്തരത്തിൽ തിരക്കുണ്ടാവും എന്ന് തന്നെയാണ് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, കോഴിക്കോട്ടെ ബലിതർപ്പണ ചടങ്ങുകളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.